ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു കൺസീലർ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ സുപ്ര കൺസീലർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സുപ്ര കൺസീലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് വൈഡ് വെറൈറ്റീസ് ഓഫ് ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നു. 24 ഷെയ്ഡ്സോളം അവൈലബിൾ ആയിരുന്നു. അതായത് 09 ഐവറി, F27 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് FS27 ആണ് കേട്ടോ. F27 അല്ല, സോറി, ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസീലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പ്രൊഫഷണൽ മേക്കപ്പ് ബേസ് ആയിട്ട് യൂസ് ചെയ്യാം. നോർമലി നമ്മുടെ ആ ഒരു മേക്കപ്പ് റുട്ടീനിൽ നമ്മൾ കൺസീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ വേയിൽ ആ ഒരു മേക്കപ്പ് നല്ല രീതിക്ക് ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടില്ല. അത് നമുക്കറിയാം അല്ലേ. നമ്മളൊക്കെ കുറേ വർക്ക് ഹോളിക്കൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അതോടൊപ്പം തന്നെ ഒരുപാട് മൊബൈൽസ്, സ്ട്രെസ്സ്, നമ്മുടെ ആ ഒരു ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ, ബിസി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു ഡാർക്ക് സർക്കിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി അതുമാത്രമല്ല, പിന്നെ പല പ്രശ്നങ്ങളുണ്ടാവും, ബ്ലെമിഷേഴ്സ്, പിന്നെ കുറച്ച് സ്പോട്ട്, അതായത് പിമ്പിൾസിന്, ആക്നി, സ്കാർസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളൊരു മേക്കപ്പ് ചെയ്യുമ്പം നന്നായിട്ട് ഹൈഡ് ചെയ്തെങ്കിൽ, അതായത് കൺസീൽ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിക്ക് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് നോർമലി നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺസീലർ നോക്കുന്ന ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ കൺസീലർ ആണ്. അപ്പോൾ ഇപ്പോൾ ഇത് കുറച്ച് നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുമ്പം അൺഅവൈലബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള നല്ല കൺസീലറിൻ്റെ ലിസ്റ്റസ് ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു FS27 എന്ന് പറയുന്നത് ആക്ച്വലി ഇത് മീഡിയം ഡസ്കി സ്കിൻ ടോണുകാർക്കാണ് മാച്ചിങ്. പക്ഷേ കൺസീലർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടു ലൈറ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഷെയ്ഡിനെക്കാട്ടിലും ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നല്ല രീതിക്ക് തന്നെ കൺസീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് യൂസ് ചെയ്താൽ നന്നായിട്ട് കൺസീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പാക്കേജിങ് വൈസ് നോക്കുമ്പം ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതേപോലൊരു പാക്കേജിംഗ് ആണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഒപ്പം തന്നെയോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന ഒപ്പം തന്നെയോ ഇവിടെയൊക്കെ ഡാമേജസ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ. ഒന്നാമത് തന്നെ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇത് വലിച്ചാൽ പ്രോപ്പർ വേയിൽ പെട്ടെന്നൊന്നും വരുമൊന്നുമില്ല. പിന്നെ കൺസീലറിൻ്റെ പാലറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ പല കളേഴ്സിലുള്ളത്. ഏറെക്കുറെ ഈ ഒരു റേഞ്ചിൽ വരുന്ന കൺസീലേഴ്സ് ആണ്. അതും ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം യൂസ്ഫുൾ ആകുന്ന രീതിക്ക്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഷെയ്ഡ്, അതായത് നിങ്ങൾ കുറച്ചുകൂടെ നല്ല രീതിക്ക് ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ 09 ഐവറി ആണ് കേട്ടോ അവരുടെ ഷെയ്ഡ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, മീഡിയം ഡസ്കി, അതോടൊപ്പം തന്നെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ആക്ച്വലി ഇത് എൻ്റെ ഷെയ്ഡല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതെനിക്ക് കൊളാബായിട്ട് അവർ കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു തന്ന കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് ലോഞ്ച് ചെയ്തപ്പോഴാണ് എനിക്കിത് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പാക്കേജിങ് ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ ഡാമേജസ് ഒക്കെ ഉണ്ടാകുമെന്ന്. ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കവറേജ് കാണിക്കാം. നല്ല രീതിക്ക് കൺസീൽ ആവുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ഓയിലി കോമ്പിനേഷൻ എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എൻ്റെ ആ ഒരു ഡാർക്കായിട്ടുള്ള സംഭവങ്ങൾ എന്തുമാത്രം അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, കണ്ണിന് ചുറ്റും ഞാൻ കാണിക്കുന്നില്ല, എളുപ്പം എന്നറിയാൻ പാകത്തിന്. എൻ്റെ ഈ ഏരിയയിൽ കുറച്ച് പിമ്പിൾസിൻ്റെ ആ ഒരു കറുത്ത പാടുകളുണ്ടല്ലോ, അവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് ഡാർക്കായിട്ടിരിക്കുകയാണ്. ഈവൻ സ്കിൻ ടോണൊക്കെ പോലെ ഫീൽ ചെയ്യും. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് അത് ഫെയ്ഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്നതാണ് കേട്ടോ ആപ്ലിക്കേഷൻ. ഇതേപോലെ സ്പോട്ട് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് എടുക്കണം എന്നില്ല കേട്ടോ. കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഹൈഡായി പോകുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റ് ആ ഒരു നമ്മുടെ സ്കിൻ ടോണായിട്ട് ബ്ലെൻഡായി പൊക്കോളും. ഇത് അത്ര വലിയ പ്രശ്നമില്ല. ഒരുപാട് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് അല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കൺസീൽ ചെയ്യുമ്പോൾ. കറക്റ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോണ്ടോർ യുവർ കോംപ്ലക്ഷൻ, അതോടൊപ്പം തന്നെ നമുക്ക്
അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലെമിഷേഴ്സൊക്കെ നല്ല രീതിക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി, മീൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്കിതിൻ്റെ പറയാനുള്ളത്, ഫ്രാഗ്രൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് എടുക്കുമ്പം കുഴപ്പമില്ലാത്തൊരു ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയാൻ പറ്റും. സ്മെൽ വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിന് ഷെൽഫ് ലൈഫ് വന്നിട്ടുള്ളത് അറൗണ്ട് 4 ഇയറോളം ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഈ ഒരു ഫേസിൽ ആ ഒരു കറുത്ത പാടുകൾ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, എന്നിട്ട് പോലും നല്ല രീതിക്ക് കൺസീലായി കിട്ടിയിട്ടുണ്ട്. ഡാർക്ക് സർക്കിൾ നല്ല രീതിക്ക് നമുക്ക് റെഡ്യൂസ് എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നോസിൻ്റെ ഏരിയയിൽ, പിന്നെ ചീക്കിൻ്റെ അവിടെ, പിന്നെ ബ്ലെമിഷേഴ്സ് ഒക്കെ നല്ല രീതിക്ക് നമുക്കൊന്ന് കാണാതിരിക്കാൻ വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. സ്പോട്ടൊക്കെ നല്ല രീതിക്ക് കവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഡാർക്ക് സർക്കിൾ എന്ന് പറയുന്നത് നമ്മളൊരു മേക്കപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരെ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ്. പക്ഷേ ഈ ഒരു കൺസീലർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എഫോർട്ടൊന്നും വേണ്ട. കുറച്ച് പ്രൊഡക്റ്റ് എടുത്ത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ നല്ല രീതിക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാക്കേജ് വൈസ് ആണ് എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടാത്ത ഒരു പാക്കേജിങ് ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത്, അത്യാവശ്യം നല്ല രീതിക്ക് ഷെൽഫ് ലൈഫും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അറൗണ്ട് 4 ഇയർ എന്ന് പറയുമ്പോൾ തന്നെ. പിന്നെ ഇനി എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഈ ഒരു പ്രൈസിന് എക്സാക്റ്റ് ബെനിഫിറ്റ് തരുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മുടെ ഫേസിലെ ഇൻപെർഫെക്ഷനൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊരു കൺസീലർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ തരം ബെനിഫിറ്റ്സും ഈ ഒരു കൺസീലർ, സുപ്ര കൺസീലർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ പല ഷെയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് നമ്മൾ കൺസീലറിൻ്റെ ഷെയ്ഡ്സൊക്കെ ചൂസ് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു സ്കിൻ ടൈപ്പും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ടോൺ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. സെയിം ഷെയ്ഡ് തന്നെ ഞാൻ നോക്കി വാങ്ങാൻ പറഞ്ഞത്. സെയിം ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യുമ്പോഴേ നമ്മുടെ സ്കിൻ ടോൺ ആണെന്ന് മാത്രമേ ഉള്ളൂ തോന്നുള്ളൂ. നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തെന്നുള്ളൊരു ഫീൽ ഇല്ല കേട്ടോ. അത് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ നല്ല വശം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ആ ഒരു ടൈമിൽ 99 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഓഫേഴ്സിലൊക്കെ വേണമെങ്കിൽ ഒരു 66, 63 റുപ്പീസിനൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കറൻ്റ്ലി അൺഅവൈലബിൾ എന്ന് കാണിക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് എക്സാക്റ്റ് പറയാൻ അറിയില്ല. പക്ഷേ ഞാൻ ഈ സെയിം വരുന്ന പ്രൊഡക്ട്സ് മാക്സിമം തപ്പി എടുത്തിട്ട് വ്യൂ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, വാങ്ങാനുള്ള രീതിക്ക്. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണോ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടൊരു പ്രൊഡക്റ്റാണ് നമുക്ക്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ് മാത്രമേ ഉള്ളൂ എനിക്ക് നോട്ട് സോ ഗുഡ് എന്ന് പറയാനുള്ള കാര്യങ്ങൾ. അഫോർഡബിൾ പ്രൈസാണ്, പ്രൈസിൻ്റെ ഒരുപാടൊന്നും പ്രൈസ് വൈസും വരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടന്റ് ഉണ്ട്. 3.5 ഗ്രാം ഓഫ് പ്രൊഡക്റ്റാണ് വരുന്നത്. നല്ല ഷെൽഫ് ലൈഫും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കൺസീലർ തന്നെയാണ്. എനിക്ക് ഓവറോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, എങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പം ഒരു ഡാർക്കായിട്ട്, ഞാൻ പറഞ്ഞല്ലോ അണീവൻ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇവിടെ വേറെ കളർ, ഇവിടെ വേറെ കളർ. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇത് കവറിങ് എന്തുമാത്രം ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ അപ്ലൈ ചെയ്യാം. ആക്ച്വലി അവിടെ ഒരു കുരുവായിരുന്നു, കണ്ടില്ലേ, നല്ല രീതിക്ക് ഫെയ്ഡായിട്ടുണ്ട്. ഇതൊക്കെ കുരുക്കളാണ് കേട്ടോ, സ്പോട്ട് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യും, പക്ഷേ സ്പോട്ടല്ല, കുരുക്കളാണ്. അവിടെ കൺസീൽ ഞാൻ ചെയ്യുന്നില്ല ഓവറായിട്ട്. കുരുവിൻ്റെ മേലെ ചെയ്താൽ അത് വീണ്ടും കൂടി വരുമല്ലേ ചെയ്യുള്ളൂ, അതുകൊണ്ടിട്ട്. പിന്നെ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഭയങ്കര ഈസിയാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ഈ പ്രൊഡക്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം അവൈലബിൾ ആണോ അല്ലയോ എന്ന്. എന്നിട്ട് ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്താണെങ്കിലും നല്ല നല്ല പ്രൊഡക്ട്സ് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ കൺസീലർ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺസീലർ, അതായത് നമ്മുടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ കൺസീലർ അടിപൊളി കൺസീലറാണ് കേട്ടോ. ആ ഒരു കൺസീലർ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിക്ക് കൊടുത്തേക്കാം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.